പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് റിസ്ക് തരും. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സർവ്വ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിശാലത നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. തവക്കൽതു അലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അതിലൂടെ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമത്തെ പ്രതിഫലം നിന്റെ ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ കഴിയുന്ന അഞ്ചാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അള്ളാഹു നിനക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് അള്ളാഹുവിൽ തന്റെ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അഞ്ചാമത്തെ നേട്ടം, എന്തൊക്കെ സംഭവിച്ചാലും അവന് പേടിയില്ല, അവന് പതറില്ല, അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ഒരു നേട്ടം വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് ക്യാൻസറോ ട്യൂമറോ എന്തു സംഭവിച്ചാലും, അവന് എത്ര വലിയ പ്രയാസവും ലക്ഷങ്ങളുടെ കടം വരട്ടെ, എത്ര വലിയ നഷ്ടം വരട്ടെ, എത്ര വലിയ രോഗം വരട്ടെ, ഏതു പ്രതിസന്ധി വന്നാലും അവന് പതറില്ല, അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ നമുക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ നമ്മൾ എന്തു പറയും? ഇരിക്കണ എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തലകറങ്ങി വീണ് മൂക്കിലൂടെ ബ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് കഴിഞ്ഞു, 2 ടെസ്റ്റ് കഴിഞ്ഞു, 3ാമത്തെ ടെസ്റ്റിൽ ഡോക്ടർ വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നമ്മൾ പറയണ മറുപടി എന്താ? തഹജ്ജുദ് നിസ്കരിക്കും ഞാൻ, നോമ്പ് പിടിക്കും ഞാൻ, പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കും ഞാൻ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ, അള്ളാഹു കാക്കുമാറാകട്ടെ. നമുക്കിത് വന്നല്ലോ, നമ്മളിതാ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും തകരാത്ത ഒരു ഈമാൻ, ഒരു ധൈര്യം. ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന കാലം, തൂങ്ങണ കാലം, ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നു, ഇപ്പൊ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കില്ല. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് അള്ളാഹു റിസ്ക് നൽകും. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. എന്തിനാ മഹത്തുക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോൾ ചരിത്രങ്ങൾ കാണാം. ഒരു ചരിത്രം, അള്ളാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ റിസ്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ. ഒരു ചരിത്രം പറയുന്നു, കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു. ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ കപ്പല് നടുകടലിൽ എത്തുന്ന സമയത്ത് കപ്പല് പെട്ടെന്ന് തകർന്നുപോയി. കപ്പല് വല്ലാതെ പെട്ടെന്ന് തകർന്നുപോയി. ജനങ്ങളെല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ. വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു പലക കഷ്ടത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത്. ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ വേദന അനുഭവിച്ചു. അവിടെ നിന്ന് പ്രസവിച്ചു, ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയുന്നത് ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചവനെ, ആ ചോരക്കുഞ്ഞ് നടുകടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും?
അവര് പലക കഷ്ടത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ട്? അല്ലാഹ് പറഞ്ഞു, നീ റൂഹ് പിടിക്കാൻ. അവിടെ നസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു. ഉമ്മ മരിച്ചു വെള്ളത്തിലേക്ക് മലർന്നു വീണു. ആ പലക കഷ്ടത്തിന്റെ മുകളിൽ ആ ചോരക്കുഞ്ഞിങ്ങനെ കിടക്കുകയാ. ചരിത്രം പറയുന്നു, കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞ് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ. കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുകയാ. ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി. അകിടിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കിടന്ന് നെട്ടോട്ടമോടുകയാ. ചരിത്രം പറയുന്നു, അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കിടന്ന് നെട്ടോട്ടമോടുകയാ. ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ അകിട് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലുന്നു. അള്ളാഹു കാണാതെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പറയുന്നു. അവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം ആ സിംഹത്തിന്റെ അകിടിലെ വേദന മാറുന്നു. ആ കുഞ്ഞ് കരയുന്ന സമയം അത് വരും. ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ്, ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത്. അവനാണ് ഷദ്ദാദ് എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. നാം ഇത് ചിന്തിക്കേണ്ടത്, അള്ളാഹു നമുക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് റിസ്ക് തരും. അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാത്ത കഷ്ടപ്പാടാ. പടച്ചവനെ, നമ്മുടെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ പരിവട്ടമില്ലാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ പലരും വളഞ്ഞ വഴികൾ നോക്കുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഹലാലും ഹറാമും നോക്കാതെ കഷ്ടപ്പെടുന്നത് റിസ്കിന് വേണ്ടിയാ, ഭക്ഷണത്തിന് വേണ്ടിയാ. നമ്മുടെ ഭാര്യ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാ. എന്ത് ചോദിച്ചാലും ഇബാദത്ത് ചെയ്യാൻ സമയമില്ല. അള്ളാഹു നമ്മുടെ റിസ്കിൽ വിശാല നൽകുമാറാകട്ടെ. എന്തിനാ കഷ്ടപ്പെടുന്നത്? പൈസയ്ക്ക് വേണ്ടി. ചോദിച്ചാ എന്താ നിസ്കരിക്കാൻ വരാത്തത്? കച്ചവട ഉസ്താദ കടയിൽ ഇല്ലേ? എന്താ പള്ളി കയറാത്തത്? ഏത് കാര്യമെടുത്താലും നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കുന്നില്ല. ഹലാലും ഹറാമും നോക്കുന്നില്ല. എന്ത് ധൈര്യത്തിലെന്നറിയോ? ഇന്ന് ഞാൻ വരുമ്പോഴും പടച്ചവനെ ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന എന്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് ഉസ്താദെ വേണമെന്ന് ചോദിക്കണത്. എന്നാലോചിച്ച്, റഹ്മാനായ അല്ലാഹ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 70 ലക്ഷം. ഓ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് ധൈര്യത്തിലാ പണ്ട് കൊണ്ടുവരുവോ? ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന ഒരാളെടുക്കൽ കൊണ്ടുവരൂല. കാരണം എന്തേ? അവർക്കറിയാം ഇവരിത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം. ഇന്നങ്ങനല്ല. നമ്മുടെ മുന്നിൽ, കാരണം എന്തേ? ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണത്തിന്റെ ഓണബമ്പറായിരിക്കണത് ഇങ്ങനെ തെളിഞ്ഞു കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല, ഒരാളും നോക്കുന്നില്ല. കാരണം എന്തിന്? ഒന്നിനും നമുക്ക് സമയമില്ല, പണം മാത്രം. അതുകൊണ്ടാ മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞു തന്നത്, ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത്, ഏത് വീടിന്റെ അകത്താണോ ഹറാമായ പണമുള്ളത്, ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്ന. അവനത് തിന്നാനുള്ള യോഗമുണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകൾ മുഴുവനും ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ നടന്നു പോകുന്ന ഒരു വിറകു വെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ്. ആ പോകുന്ന
പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തു. സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന പെണ്ണ്, നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? ആ സമയത്താണ് പെണ്ണ് പറയുന്നത്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്കാറുണ്ട്. ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. കേട്ടുകൊണ്ടിരുന്ന സ്വഹാബി വനിതകൾ പറയുന്നു, ഇല്ല, ഇത് ഞങ്ങളും ചെയ്യുന്നതാണ്, ഇനി പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി, പണിക്ക് പോകുന്നതിന് വേണ്ടി, ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ ഒരുങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എവിടെ നിന്ന് വിളിക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇങ്ങനെ പറയുന്ന പെണ്ണ്, ആ പെണ്ണായിരുന്നു സ്വർഗത്തിന്റെ അവകാശി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ പറയും, എവനെയും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ആയിട്ട് വന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പോഴത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കാറില്ല. നിസ്കരിക്കാൻ സമയമുണ്ടോ? അള്ളാഹുവെ, നല്ല രീതിയിൽ പള്ളിയിൽ കയറി നിസ്കരിച്ചുകൊണ്ടിരുന്നതാ, അപ്പോഴാ കൊറോണ വന്നത്. ഇപ്പൊ വെള്ളിയാഴ്ച പോലും നിങ്ങൾ ആലോചിക്ക്, ആദ്യമൊക്കെ പടച്ചവനെ ജുമായ്ക്ക് പോകണ്ട എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോ കരച്ചിലായിരുന്നു. വെള്ളിയാഴ്ച മൈക്കിലൂടെ കരയുന്നു, മൈക്കിലൂടെ ബാങ്ക് വിളിക്കുക, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ പോലും കരച്ചിലായിരുന്നു, സങ്കടം. ഒളിച്ചും പാത്തിട്ടാ പലരും കയറി ജുമാ നിസ്കരിച്ചത്. കണ്ടോ? ഒളിച്ചും പാത്തിട്ട് പോലീസ് പിടിച്ചു, കേസെടുത്തു. ഇപ്പോഴോ പള്ളിക്കകത്ത് കയറാൻ പറഞ്ഞിട്ടോ ആരും അങ്ങോട്ട് പോകണില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, പള്ളി തുറക്കണമെന്ന് പ്രകടനം നടത്തിയവരുണ്ട്, ഒളിച്ചും പാത്ത് നിസ്കരിച്ചവരുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച തന്നെ മറന്നുപോയി ഉമ്മത്ത്. വെള്ളിയാഴ്ച പോലും പോകാത്തൊരവസ്ഥ. ഇപ്പൊ പള്ളിക്കകത്ത് മാത്രമാ കൊറോണ ഉള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കൊറോണയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പള്ളിയിൽ കയറിയ പിടിപെടുന്നത് ഒന്ന് ആലിച്ചു നിൽക്കുക സഹോദര. പള്ളിയുടെ മുന്നിലിരിക്കുന്നു, പോന്നില്ലേടാ, പള്ളിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക, പോകണില്ലേ, ഒരു കസ്റ്റമർ വന്നാലോ? അള്ളാഹു കാക്കുമാറാകട്ടെ. നാലിച്ചയ്ക്ക് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. എന്തിന്? കുടുംബത്തെ പോറ്റാൻ, പൈസ ഉണ്ടാക്കാൻ, ഭാര്യയും മക്കളും പട്ടിണി കിടക്കാതിരിക്കാൻ. അതിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന് കച്ചവടമല്ല ചെയ്യേണ്ടത്. അള്ളാന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാവരും ഉപജീവനത്തിന് വേണ്ടി തൻ്റെ ഭാര്യയും മക്കളെയും പട്ടിണി കിടക്കണ പേടിച്ചിട്ട നിസ്കരിക്കാതെയും നന്മകൾ ചെയ്യാതെയും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. രാവും പകലും ഉറക്കമുണ്ടോ? പലർക്കും ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒറ്റ ആയത്ത് കേട്ടാൽ മതിയായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഞാൻ തരാം ഭക്ഷണം. ആർക്കാ വേണ്ടേ? എടാ, ആർക്കാ വേണ്ടത്? ഞാൻ തരാം. രാഷ്ട്രീയക്കാരൻ പറയണ പോലല്ല അല്ല പറയുന്നു, ഒരു ദിവസമല്ല, മരിക്കണ കാലം വരെ ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ നിക്കണ ഇരിയങ്ങായി? നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുണ്ട്. അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ, ഒരു ദിവസമോ ഒരു മാസമോ അല്ല, നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരും. നിനക്ക് മാത്രമല്ല, നിന്റെ ഭാര്യക്കും മക്കൾക്കും തരും. അള്ളാഹു നമുക്ക് റിസ്ക്കിൽ വിശാലത നൽകുമാറാകട്ടെ. എന്തേ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, ബക്കറ്റ് എടുക്കല്ലേ. സുബ്ഹാനല്ലാഹ്.
ഇങ്ങോട്ട് വരും കാക്ക, അത് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം, ബക്കറ്റ് ഇപ്പൊ എടുക്കണ്ട, പക്ഷെ അതവിടെ വെച്ചേരാ. അൽഹംദുലില്ലാ, പിന്നെ എടുത്താൽ മതി, പക്ഷെ അതവിടെ വെച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ല പറഞ്ഞാ കേൾക്കുവോ? അല്ല പറഞ്ഞാ കേൾക്കുവോ? ഇതെന്റെ ഭാഷ മനസ്സിലാവണില്ല എനിക്ക്. അള്ളാഹു പറഞ്ഞ കാര്യം ചെയ്യാൻ തയ്യാറാണോ എന്ന് ഉറക്കപ്പറ, ഉറക്കപ്പറ. അന്ന് ആ ബക്കറ്റ് ഇത്തിരി പൈസ ഇട്ടെ, കൊണ്ടുപോവാ ഇൻഷാ അല്ലാ. ബക്കറ്റ് എടുത്തോ ഇൻഷാ അല്ലാ. ഒരു പൈസ ഇട്ട പോക്കറ്റിൽ നിന്ന് കൈയെടുത്തേ, പോക്കറ്റ് കൈയിട്ട പൈസ ഇട്. തലയുടെ മുകളിൽ നോക്കിക്കേ എല്ലാരും, തലയുടെ മുകളിലോട്ട് നോക്ക്. ഒരു മലക്ക് നിൽക്കുന്ന തലയുടെ മുകളിൽ. ഒരു മിനിറ്റ് കാക്ക, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നു. അദ്ദേഹം ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ ആരെങ്കിലും ഒരു സദക്കയെടുത്ത് അതിനകത്തിട്ട ആ മലക്ക് ദുആ ചെയ്യും, അല്ലാ ഉള്ളതിൽ പങ്കിവൻ കൊടുത്തു പടച്ചവനെ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ബക്കറ്റ് വരുമ്പത്തേക്ക് ഉറങ്ങുക, ചുമ്മാതെ കുനിഞ്ഞിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഓന്റെ മുഖത്ത് പോലും നോക്കണില്ല. അപ്പൊ മലക്ക് ദുആ ചെയ്യും, പടച്ചവനെ പോക്കറ്റിലുണ്ട് റഹ്മാനെ, നീ കൊടുത്തിട്ട് ഇവൻ കൊടുക്കണില്ല അല്ലാ, ഇവൻ കയ്യിലുണ്ടായിട്ടും കൊടുക്കണില്ലല്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ. ആരാ ദുആ ചെയ്യണേ? ഹാഫിളോ ആലിമോ തങ്ങളൊന്നുമല്ല, അള്ളാന്റെ മലക്ക. ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരത്തെ നന്മയല്ലാതൊന്നും പറയാത്ത മലക്കിന്റെ ദുആ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ തീരുമാനിക്ക്, ഏത് ദുആ വേണം, ഏത് ദുആ വേണം? അനുകൂലമാക്കണോ എതിരാക്കണോ? ഒരാൾ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താൻ കയ്യെ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ എന്ന്. 70 എണ്ണത്തിന് തട്ടിയിട്ടാലേ 1 രൂപ ഇടാൻ പറ്റൂ. അപ്പൊ ഒരു യുദ്ധം തുടങ്ങാൻ പോകാം. ആദ്യം ഈ യുദ്ധത്തിൽ ജയിക്ക്, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, പോക്കറ്റിൽ കൈയിട്ട് എടുക്കുമ്പോ എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട, എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട. 2000, 500, 200, 100, 50, 20, 10 എടുക്കും. അതുകൊണ്ട് നോക്കണ്ട. പോക്കറ്റ് കൈയിട്ട് എടുക്കുമ്പോ എത്രയാണെന്ന് നോക്കണ്ട. അതുപോലെ തന്നെ 2 ബക്കറ്റിനകത്ത് ദയവ് ചെയ്ത് ആരും കൈയിടരുത്. 100 രൂപ ബക്കറ്റ് ഇടും, 90 നിനക്ക്, 10 അല്ലാഹിക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അത് വേണ്ട, കൊടുത്ത നല്ലതുപോലെ കൊടുക്ക്, മനസ്സറിഞ്ഞു കൊണ്ട് കൊടുക്ക്. അള്ളാഹുവെ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും ഇങ്ങനെ പിരിവെടുക്കേണ്ട അവസ്ഥ വരരുത്. എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഒരു ഗതികേട് വരരുത് എന്ന ഒരു നല്ല നീയത്തോടെ 100-300 മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഇൽമ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ, ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല. മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നു അവരുടെ ദുനിയാവോ ആഖിറവും നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. മരിക്കുന്ന കാലം വരെ നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി പൊക്കോ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി അൽഹംദുലില്ലാ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ
ഈ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ വീടിനകത്തിരിക്കാൻ കഴിയില്ല. എത്ര വലിയ കച്ചവടമുള്ള കടയാണെങ്കിലും അവന്റെ കടയ്ക്കകത്തിരിക്കാൻ അവന് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഉപ്പാ നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? രണ്ട് കാര്യങ്ങളല്ലേ നിനക്ക് വേണ്ടത്. ഒന്ന്, പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് വരരുത്. പടച്ചവനെ ഇസ്സത്തോടുകൂടി ജീവിക്കണം. തന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇസ്സത്തോട് അഭിമാനത്തോടു കൂടി ജീവിക്കണം. രണ്ടാമത്തെ നിന്റെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം. ഇതല്ലേ നമുക്ക് വേണ്ടത്? അതിനല്ലേ കഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ നിനക്കിത് രണ്ടും ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ടെങ്കിൽ, സൂറത്തു ത്വാഹ നിങ്ങൾ എടുത്തു നോക്ക്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ല പറഞ്ഞതാ. അല്ല പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച ഞാൻ തരാൻ മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? റേഡിയോ പോലെ ആകാതെ മനുഷ്യന്മാരെ എന്ത് ചെയ്താ മതി? എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിച്ച അല്ല തരും ഭക്ഷണം. അതുകൊണ്ടാണ് ഈ ഉസ്താദന്മാര് പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊറോണ വന്നിട്ട് ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഗൾഫ് നാട് നിന്നിട്ടും ഉസ്താദന്മാരുടെ ശമ്പളം എത്ര അറിയോ? പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എത്രയെന്നറിയോ? ചെറിയ ശമ്പളം. എന്നിട്ടും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? 5 നേരം അള്ളാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിൽ ആദ്യം നിൽക്കുന്നത് ഇമാമ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരൊക്കെ ഇല്ലെങ്കിലും പോലീസുകാരൻ വരെ പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ പറഞ്ഞു, പള്ളിയിൽ ഇബാദത്ത് ആള് കൂടണ്ട, പള്ളിയിൽ ഉസ്താദന്മാര് നിസ്കരിച്ചോട്ടെ. മനസ്സിലാക്ക്. ചെറിയ ശമ്പളമാണെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുന്ന എന്തുകൊണ്ടാ? മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, നല്ല മരണം. നീ തലകുത്തിയൊന്നും അറിയണ്ട. നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുമൊന്നും വേണ്ട. അള്ളാഹു പറയുന്നു, നിസ്കരിച്ചാൽ വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നാം അള്ളാഹു നമുക്ക് റിസ്ക് തരും. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സർവ്വ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിശാലത നൽകുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. തവക്കൽതു അലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അതിലൂടെ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4ാമത്തെ പ്രതിഫലം നിന്റെ ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ കഴിയുന്ന 5ാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അള്ളാഹു നിനക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് അള്ളാഹുവിൽ തന്റെ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 5ാമത്തെ നേട്ടം, എന്തൊക്കെ സംഭവിച്ചാലും അവന് പേടിയില്ല, അവന് പതറില്ല, അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ഒരു നേട്ടം വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് ക്യാൻസറോ ട്യൂമറോ എന്തു സംഭവിച്ചാലും, അവന് എത്ര വലിയ പ്രയാസവും ലക്ഷങ്ങളുടെ കടം വരട്ടെ, എത്ര വലിയ നഷ്ടം വരട്ടെ, എത്ര വലിയ രോഗം വരട്ടെ, ഏതു പ്രതിസന്ധി വന്നാലും അവന് പതറില്ല, അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ നമുക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ നമ്മൾ എന്തു പറയും?
ഇരിക്കണ എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തലകറങ്ങി വീണ് മൂക്കിലൂടെ ബ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 1 ടെസ്റ്റ് കഴിഞ്ഞു, 2 ടെസ്റ്റ് കഴിഞ്ഞു, 3ാമത്തെ ടെസ്റ്റിൽ ഡോക്ടർ വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നമ്മൾ പറയണ മറുപടി എന്താ? തഹജ്ജുദ് നിസ്കരിക്കും ഞാൻ, നോമ്പ് പിടിക്കും ഞാൻ, പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കും ഞാൻ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ, അള്ളാഹു കാക്കുമാറാകട്ടെ. നമുക്കിത് വന്നല്ലോ, നമ്മളിതാ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും തകരാത്ത ഒരു ഈമാൻ, ഒരു ധൈര്യം, ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന കാലം, തൂങ്ങണ കാലം, ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നു, ഇപ്പൊ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കില്ല. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാൻ പാടില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ കള്ളൻ എന്ന് വിളിക്കാം. ഒരാൾക്ക് കള്ളൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളൻ എന്ന് വിളിക്കുന്നതും പെണ്ണിന്റെ ആരോപണം, വ്യഭിചാര ആരോപണം, ഇതൊക്കെ ഒരു മനുഷ്യൻ കേൾക്കാൻ അറയ്ക്കുന്ന കാര്യമാ. ഇതൊക്കെ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന കാര്യമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ സൗബ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരെയും ചേർത്തിട്ട് അവിടെ നിന്ന് വ്യഭിചാര ആരോപണം നടത്തി. ആര്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച്. പിന്നല്ലേ നമ്മളൊക്കെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. പലരും പറയാൻ തുടങ്ങി, മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോ പടച്ചവനെ, ഒരു നാട് മുഴുവനും, ഒരു വീട്, ഒരു കുടുംബമല്ല, ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം. എവിടെ നോക്കിയാലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ, അല്ലാതെ ഇറക്കി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞു വിടുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ ചാരത്തി എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിരുന്നു, തെളിവുകൾ മുഴുവനും നിനക്കെതിര്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മയുടെ മുന്നിൽ പോയി നിലവിളിച്ചപ്പോഴും ഉമ്മയും പറഞ്ഞ മറുപടി, ആരുമില്ല, 10-50 വയസ്സില്ല, ചെറിയ പ്രായം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കയറിയിട്ട് കരച്ചല. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കും, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ വാതിലിൽ നോക്കിയിരിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും കാത്തിരിക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല ആത്മഹത്യ ഒന്നും ചെയ്തില്ല. ആ ചെറിയ പ്രായത്തിലും ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം പറഞ്ഞ് തന്റെ വീടിനകത്ത് കഴിയുമ്പോഴും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം ഇതാ. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ വീടിന്റെ കവാടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വരുന്നുണ്ടോ, എന്നെ വിളിക്കാൻ മുത്തുനബി കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാ. അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്, മുത്തുനബിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ,
ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യമാണ്. ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ? ജിബ്രീൽ വന്നോ നബിയേ? ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, ഖുർആനിന്റെ ആയത്ത് ഇറങ്ങി, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്തോഷം കണ്ടിട്ട് ചോദിക്കുന്നു, ആയിഷ നിനക്കെത്ര സന്തോഷമുണ്ട് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്. ഖുർആനിന്റെ ആയത്തുമായി ഏഴാകാശം കടന്ന് ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിനക്കെന്തുറപ്പാ ആയിഷ? എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, നീ എങ്ങനെയാ ഇത്ര ദിവസം കടിച്ചു കൂട്ടിയത്? എങ്ങനെയാണ് ഈ നാട് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ നീ എങ്ങനെയാണ് കടിച്ചു കൂട്ടിയത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത്രയും ദിവസം ഞാൻ വീടിനകത്ത് കഴിഞ്ഞിരുന്നപ്പോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു. ഏത് ദിക്റെന്നറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒരു നാട് മുഴുവനും അവിടുന്ന് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഒറ്റപ്പെടുത്തിയപ്പോ അവിടുന്ന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം കൊടുത്തത് ഈ ദിക്റായിരുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിരപരാധിയാണെന്ന് ഖുർആനിൽ ആയത്ത് കൊണ്ടുവന്നത് ഈ ഒരു ഈമാൻ കാരണമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഹാബാ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദിക്ർ പറഞ്ഞാൽ അവൻ അല്ലാഹു ധൈര്യം കൊടുക്കും, അവന് ക്ഷമ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം